ഒരുവിധം ആൾക്കാർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ആയിരിക്കും അത്. ഡെസ്പെറാഡോ മൂവിയിലെ ആന്റോണിയോ ബൻഡേറാസിന്റെ ഒരു ഗിറ്റാറിൽ ഉള്ള ഒരു മ്യൂസിക്. സോ ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് ആന്റോണിയോ ബൻഡേറാസിന്റെ ബ്ലൂ സെലക്ഷൻ ഫോർ ഹിം എന്ന ഡിയോഡറന്റ് ആണ്. സോ ഇതിന്റെ പെർഫ്യൂമും കയ്യിലുണ്ട്. ഞാൻ ആദ്യം ഡിയോന്ന് തുടങ്ങിയതുള്ളൂ. പെർഫ്യൂം ഒരുപാട് വീഡിയോസിൽ നമ്മൾ കാണിച്ചു പോയതാണ്. സോ ആന്റോണിയോ ബൻഡേറാസ് ആരാണെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരുവിധം ഹോളിവുഡ് മൂവീസ് കാണുന്ന ആൾക്കാർക്ക്, എസ്പെഷ്യലി നമ്മുടെയൊക്കെ ഒരു ഏജിലുള്ള 30s ആൾക്കാർക്ക് നല്ലോണം അറിയുന്ന ആളാണ്. കാരണം ലെജൻഡ് ഓഫ് സോറോ, സ്പൈ കിഡ്സ്, ഡെസ്പെറാഡോ, എക്സ്പെൻഡബിൾസിലുണ്ട്. സോ ഇങ്ങനെ കുറേ മൂവീസ് നമ്മൾ അദ്ദേഹത്തിന്റെ കണ്ടിട്ടുണ്ടാവും. നല്ല വോയിസ് ആണ്. എനിക്ക് എസ്പെഷ്യലി ഞാൻ പെട്ടെന്ന് ഇതേപോലെയുള്ള ആളുകൾ ശ്രദ്ധിക്കാറുള്ളത് അവരുടെ വോയിസ് ആണ്. സോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ കൂടിയാണ്. സോ അദ്ദേഹത്തിന്റെ ഒരു ബ്രാൻഡാണ് ആന്റോണിയോ ബൻഡേറാസിന്റെ ബ്രാൻഡാണ്. അപ്പോൾ അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ ബ്ലൂ സെലക്ഷൻ എന്നുള്ളത്. സോ ഇതായിട്ട് നോക്കാം. സോ ഇതിന്റെ പെർഫ്യൂമും ഡിയോഡറന്റും എല്ലാം ഒരേ ഫ്രാഗ്രൻസ് തന്നെയാണ്, ഇൻസ്പയർഡ് തന്നെയാണ് കേട്ടോ. സോ ഇത് ഗ്യാസുള്ള ടൈപ്പാണ്. ഇതിന്റെ ഫ്രാഗ്രൻസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രാഗ്രൻസുകളിൽ ഒരെണ്ണമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഡിയാൻജി ലൈറ്റ് ബ്ലൂ പെർഫ്യൂം ഉണ്ടല്ലോ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഡിയാൻജി ലൈറ്റ് ബ്ലൂ വൺ ഓഫ് മൈ ഫേവറേറ്റ് പെർഫ്യൂംസ് ആണെന്നുള്ളത്. സോ ഡിയാൻജി ലൈറ്റ് ബ്ലൂവിന്റെയും അതുപോലെ തന്നെ വെർസാച്ച് ഓ ഫ്രഷിന്റെയും ഇതിന്റെ രണ്ടിന്റെയും കൂടി ഒരു മിഡിൽ നിൽക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇവിടെ ഈ പേര് പറയുമ്പോൾ തന്നെ നല്ലൊരു സെഡക്റ്റീവ് ഫ്രാഗ്രൻസ് ആണ്. സോ എനിക്ക് ഫസ്റ്റ് ഇതിന്റെ ഡിയോഡറന്റ് ആണ് കിട്ടിയത്. ഇത് ഞാൻ ഐ തിങ്ക് ടാറ്റ ക്ലിക്ക് നിർത്താണ്. സോ ഫസ്റ്റ് ഇത് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ആ പെർഫ്യൂം എപ്പോഴും നോക്കും. ആ 30 ml or 100 ml കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ആ ടൈമിൽ ഇത് 2021 ആ ഒരു സമയത്താണ്. ഞാൻ ഇത് പല വീഡിയോസിലും വന്ന് കാണിച്ചിട്ടുണ്ട്. സോ ആ ഒരു സമയത്ത് ഇത് എപ്പോഴും കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ഇത് ഒന്നെങ്കിൽ ഇത് സ്റ്റോക്ക് ഔട്ട് ആവും, അല്ലെങ്കിൽ ഇത് വന്നാൽ തന്നെ പെട്ടെന്ന് ഇത് പോകണമുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ നോക്കുന്ന പോലെ ചിലപ്പോൾ വേറെ കുറെ ആൾക്കാർ ഇത് നോക്കുന്നുണ്ടായിരിക്കാം. അറിഞ്ഞൂടാ എന്തുകൊണ്ടാണ് ഇത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു എന്നുള്ള. ആ ഒരു സമയത്ത് ആന്റോണിയോ ബൻഡേറാസിന്റെ പെർഫ്യൂംസ് നല്ലോണം പോപ്പുലറും ആയിരുന്നു. സോ അപ്പോൾ ഞാൻ അങ്ങനെ ഡിയോഡറന്റ് വാങ്ങിച്ചു നോക്കിയപ്പോൾ ഇത് അടിപൊളിയാണെന്ന് മനസ്സിലായി. നമ്മൾ അന്ന് ആ ഒരു കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ മോസ്റ്റ്ലി യൂട്യൂബിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഒരു സിറ്റുവേഷൻ കൂടിയാണല്ലോ. കാരണം നമുക്ക് പ്രത്യേകിച്ച് വേറെ പണികളൊന്നും ചെയ്യാനൊന്നുമില്ലല്ലോ. സോ അങ്ങനെയുള്ള ഒരു സമയത്ത് വാങ്ങിച്ചതാണത്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഇതിന്റെ വീഡിയോസ് കാണുമ്പോൾ എല്ലാവരും ഇതിനെ അടിപൊളി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അട്രാക്ഷന്റെ പുറത്ത് വാങ്ങിച്ചത്. സോ ഫസ്റ്റ് ഡിയോഡറന്റ് വാങ്ങിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളത്. അങ്ങനെ നോക്കി ഒരു ദിവസം എനിക്ക് പെർഫ്യൂമും കിട്ടി. സോ ഇത് രണ്ടും ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. ഞാൻ സ്റ്റിൽ ഇത് ഇങ്ങനെ കയ്യിൽ സൂക്ഷിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ബ്ലൂ സെലക്ഷൻ എന്നുള്ളത് ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിന്റെ ഫ്രാഗ്രൻസ് എന്താണെന്നൊക്കെ ഉള്ളത്. ഇത് 2007 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പെർഫ്യൂമാണ്. ആന്റോണിയോ ബൻഡേറാസിന്റെ പെർഫ്യൂംസ് നമ്മൾ ഏതൊരു സെലിബ്രിറ്റി പെർഫ്യൂംസ് ഇറങ്ങുന്ന പോലെ തന്നെ അത്ര വലിയൊരു സെറ്റപ്പിൽ അല്ല അത് വന്നിട്ടുള്ളത്. എനിക്ക് അറിഞ്ഞോട് എന്തുകൊണ്ടാണ് പലരും ഒരു ഹാഫ് ബേക്ക്ഡ് അറ്റംപ്റ്റ് നടത്തുന്നത് എന്നുള്ളത്. കാരണം അവരുടെ ഒരു ഇമേജ് കളയുന്ന പോലെയല്ലേ അത്. ഒരു ഒന്നെങ്കിൽ അത്യാവശ്യം ഒരു ലക്ഷറിയസ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്പിയറൻസിലെങ്കിലും അടിപൊളിയാക്കണം. ഇത് ഒരു സാധാരണ രീതിയിലാണ് ഇവര് പെർഫ്യൂംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതും കണ്ടില്ലേ, ഇത് ഡിയോഡറന്റ് ആണെങ്കിൽ കൂടിയിട്ട് ഇത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഒരു വലിയൊരു സെറ്റപ്പ് ഒന്നും ഇപ്പൊ ഇതിന് പറയാനില്ല. പ്രൈസും കുറവ് തന്നെയാണ്. ഇതൊരു 300 ചേഞ്ച് എന്തോ ആയിരുന്നു. ഇതിന് 490 ആണ് MRP ഇട്ടിട്ടുള്ളത്. ബട്ട് 300 ചേഞ്ചിന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പെർഫ്യൂം ആണെങ്കിൽ 900 ചേഞ്ച് ആണ് അന്നത്തെ പ്രൈസ് ഉണ്ടായിരുന്നത്. ഇപ്പൊ പ്രൈസ് കൂടിയിട്ടുണ്ടാവും. ഇപ്പൊ മിക്ക പെർഫ്യൂംസും നല്ല പ്രൈസ് വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് മറ്റേ കോച്ച് ഫോർമാൻ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഒക്കെ അന്ന് 4000 ചേഞ്ചിന് എന്തൊക്കെയോ കിട്ടുക. അതൊക്കെ ഇപ്പൊ നല്ല പ്രൈസായി. അതേപോലെ തന്നെ ഞാൻ അതിന്റെ മുമ്പ് വീഡിയോ ചെയ്ത അർമാഫ് ടാഗിയും ഒക്കെ പലരും ചിലപ്പോൾ കമന്റ് ഇതിനിപ്പോ 2000 ഒക്കെ പ്രൈസ് വന്നു. സോ പെർഫ്യൂംസിന് പലതും നല്ല പ്രൈസ് വന്നിട്ടുണ്ട്. സോ എന്തായാലും ഈ ബ്ലൂ സെലക്ഷൻ എന്നുള്ളത് വളരെ സെഡക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്കോട്ടിക് നോട്ട്സ് ഉണ്ട്. ഓപ്പണിംഗിൽ ഒരു മറൈൻ എക്കോട്ടിക് പോലത്തെ നോട്ട്സും അതിനെ കൂടെ തന്നെ ഇത്തിരി ഒരു ഫ്രൂട്ടി പോലത്തെ ഒരു ഫ്രാഗ്രൻസും പിന്നെ ഒരു വൈറ്റ് ഫ്ലോറൽ നോട്ട്സും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പെർഫ്യൂമാണത്. യൂണിസെക്സ് ആണ്, ഓഫീസ് ഫ്രണ്ട്ലി ആണ്. സോ ഇത് പെർഫ്യൂം അല്ല, ഇത് ഡിയോഡറന്റ് ആണ്. സോ ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ഡീറ്റെയിൽസ്. ഇനി ഇത് പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇത് ഡിയോഡറന്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഭയങ്കര ലോഞ്ചിവിറ്റി കാര്യങ്ങളൊന്നുമില്ല. നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 hours വരെ അതിന്റെ ഫ്രാഗ്രൻസ് നമ്മുടെ ബോഡിയിലും ഡ്രസ്സിലൊക്കെ ആയിട്ട് നിൽക്കും.
നമുക്ക് ആ ഒരു വൈബ് മനസ്സിലാക്കാൻ പറ്റും എന്നേ ഉള്ളൂ. പെർഫ്യൂം കുറച്ചും കൂടി നിൽക്കുന്നുണ്ട്, ഒരു 1 to 1.5 hours വരെ പ്രൊജക്ട് ചെയ്തിട്ട് നമുക്കൊരു 4 hours വരെയൊക്കെ പെർഫ്യൂം നിൽക്കുന്നുണ്ട്. സോ ഇത് ഇൻസ്പയർഡ് ആണ്, ഒരു സിംഗിൾ ഇൻസ്പയർഡ് അല്ല, അതൊരു കോമ്പിനേഷൻ പോലെയാണ് എനിക്ക് തോന്നിയത്. ആ ഒരു വെർസാച്ചെ ഓഫ്രഷിന്റെ ഒരു ഫ്രാഗ്രൻസും വരുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ DNG ലൈറ്റ് ബ്ലൂ. അതിന്റെ രണ്ടിനും ഇടയിൽ നമ്മുടെ അങ്ങനത്തെ വേറൊരു പെർഫ്യൂം കൂടി ഉണ്ട്, മോൺ ബ്ലോങ്ങിന്റെ സ്റ്റാർ വാക്കർ അങ്ങനെ ഒരു പെർഫ്യൂം ഉണ്ട്. അതും ഇത് ഇങ്ങനത്തെ ഒരു നാച്ചുറൽ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. സോ എന്തായാലും അതാണ് ഇതിന്റെ ഫ്രാഗ്രൻസ്. വളരെ പ്ലീസിങ് ആണ്, വളരെ സെലക്റ്റീവ് ആണ്. ബ്ലൂ പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ ഇതിന്റെ പെർഫ്യൂം എടുത്തോളൂ. ഞാൻ ആദ്യം ഡിയോഡറിന്റെ വെറുതെ വീഡിയോയിൽ കാണിച്ചു എന്നുള്ളൂ. എന്തായാലും പെർഫ്യൂം ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം, കാരണം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ എനിക്ക് ഡിയോഡറൻ്റ് ആണ് കിട്ടിയത്. പെർഫ്യൂം ഇനി തിരഞ്ഞെടുക്കണം എവിടെയാണ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ബ്ലൂ സെലക്ഷൻ്റെ ഡീറ്റെയിൽസ്. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.